ഹായ്. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 ദിവസം മൂപ്പര് വീട്ടിൽ നിന്നും കഴിഞ്ഞ് തിരിച്ച് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് കോട്ടയത്ത്. മൂപ്പര് വീട് പെരുമ്പാവൂർ, എറണാകുളം ജില്ല പെരുമ്പാവൂർ കോട്ടപ്പടി നെടുങ്ങപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയായിരുന്നു. പിള്ളേരൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. കനാലിലൊക്കെ പോയി കുളിക്കലും. ആങ്ങളുടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കനാല് വെള്ളത്തിൽ കുളിക്കാൻ. ആദ്യം പേടിയായിരുന്നു, എനിക്കുൾപ്പെടെ പേടിയായിരുന്നു. പിന്നെ ഇറക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഇതുകൊണ്ട് കൂത്താട്ടുകളോ മൂവാറ്റുപുഴ ആ സൈഡൊക്കെ ഞാൻ എടുത്ത വീഡിയോ ആട്ടോ. ഇപ്പം പോരുവാണ്. കുറച്ച് ദിവസങ്ങൾ നിന്നെങ്കിലും ആ കുറച്ച് ദിവസത്തെ ഭയങ്കര ഒരു സന്തോഷം നൽകിയ കുറച്ച് ദിവസങ്ങളായിരുന്നു. എൻ്റെ ആങ്ങള എന്നോട് പറയുമായിരുന്നു, പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എന്നെ സന്തോഷിക്കാൻ കിട്ടുന്ന ചെറിയ നിമിഷം പോലും വെറുതെ കളയണ്ട കേട്ടോ, സന്തോഷിച്ചോളെ. അങ്ങനെ വീട്ടിൽ വന്നു. അന്നേരം അവിടെ നിന്ന് അമ്മായി കുറച്ച് പന്നി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, പന്നിയിറച്ചി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ മേടിച്ചതിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് തന്നു വിട്ടതാട്ടോ. അപ്പോൾ അത് അമ്മ വെള്ളത്തിൽ കൊണ്ടിട്ടോളാൻ പറഞ്ഞിട്ട് ഞാനത് വെള്ളത്തിലൊക്കെ ഇട്ട് അതൊന്ന് കഴുകിയെടുക്കാമല്ലോ എന്ന് കരുതി കിച്ചണിൽ കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ കിച്ചണിൽ കയറ്റമൊന്നുമില്ല. പക്ഷേ അന്നങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പോയിട്ട് വന്നല്ലേ, പിള്ളേരും മടുത്തു, എല്ലാവരും മടുത്ത യാത്ര കഴിഞ്ഞ് വന്ന് ഫുഡ് ഉണ്ടാക്കി വേണമല്ലോ കഴിക്കാൻ. എന്നാൽ പിന്നെ കയറി ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി കയറിയത്. അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കയറി. അപ്പോൾ അത്യാവശ്യം കുറച്ചേ കഴുകുള്ളൂ, ബാക്കി മൊത്തം അമ്മയായിട്ടാണ് കഴിക്കുക. ഞാൻ 2-3 പ്രാവശ്യമേ കഴുകുകയുള്ളൂ. അന്ന് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അവിടെ വെച്ചേക്ക് വേണേ, കൈ ചീത്തയാക്കണ്ട, ഞാൻ തന്നെ കഴുകിക്കോളാം, തീ പിടിപ്പിച്ചിട്ട് പാലടപ്പത്ത് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തീ പിടിപ്പിച്ചു. അവിടെ നിന്ന് തന്നെ അമ്മായിക്ക് പശുവുണ്ട്, പശു ആടും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അമ്മായി കുറേ പാല് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2.5 ലിറ്ററോളം പാലുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചു. ആ കൂടെ തന്നെ ഇപ്പുറത്ത് കുടിക്കാനായിട്ടുള്ള ചെറിയ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, പിള്ളേർക്ക് മാത്രം. ബാക്കി ഫ്രിഡ്ജിലെ വെള്ളമാണ്, എല്ലാവരും തണുത്ത വെള്ളമൊക്കെയാണ് കുടിക്കുന്നത്. അപ്പം പിള്ളേർക്ക് തണുത്ത വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല, മഴയൊക്കെ അല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് ഇച്ചിരി ചൂടുവെള്ളം വേറെ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ച്. അതിനിടയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് ഞങ്ങളുടെ ജൂലി സിറ്റ് ഔട്ടൊക്കെ മൊത്തം അലമ്പാക്കിയായിരുന്നു. അപ്പോൾ അത് അമ്മ വന്ന പാടെ എന്നെ അടുക്കളയിൽ കുറച്ച് വെള്ളം കയറ്റിച്ചിട്ട് അമ്മ സിറ്റ് ഔട്ട് അടിച്ച് വാരി കഴുകണതാണ് ഈ കാണുന്നത് കേട്ടോ. മൊത്തം വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് വൃത്തികേടായിരുന്നു. വന്ന് കയറിയപ്പോഴേ വൃത്തികേടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറി ഓടി വന്ന അമ്മ ഇതിൻ്റെ അകത്തേക്കാണ് വന്നത്. സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ലോണം കഴുകി അവളെ പുറത്തേക്ക് ഇറക്കി മാറ്റി നിർത്തി. അവളും മൊത്തം അഴുക്കായിട്ടിരിക്കുമായിരുന്നു. ചെറിയ മഴ പൊടിയുന്നുണ്ട്. ജൂലിയുടെ ദേഹത്തും അപ്പടി അഴുക്കുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും പണിയെല്ലാം കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിക്കുക, അവിടെ നിൽക്കട്ടെ എന്ന് ആങ്ങളെ പറഞ്ഞ കാരണം അന്ന് സിറ്റൗട്ട് അടിച്ച് കഴുകാൻ വേണ്ടെന്ന് അടുക്കളയിലെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് പാല് തിളയ്ക്കുന്നുണ്ടോ പോയി നോക്കും, ഇടയ്ക്ക് അമ്മ കഴുകുന്നിടത്തും വരും. അങ്ങനെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് പാൽ ഏകദേശം ചൂടായി, തിളച്ച് വരാറായി കേട്ടോ. അപ്പം പിള്ളേർക്കുള്ള പാലും വൈകുന്നേരത്തെ ചായക്കുള്ള പാലും ഒക്കെ റെഡി ആവുമല്ലോ. ഞാൻ പിന്നെ ചായ കൂടിയൊക്കെ അങ്ങനെ വല്ലപ്പോഴേ ഉള്ളൂ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചായയൊന്നും കുടിക്കാറില്ല. അത്ര തോന്നുവാണെങ്കിൽ മാത്രം ചായ കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. പണ്ടൊക്കെ നേരത്തെ വെച്ചാൽ എപ്പോഴും 2-3 ഗ്ലാസ് ചായ കുടിക്കുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം എൻ്റെ ഹെൽത്ത് ഞാൻ തന്നെ നോക്കണം. വീണു പോയി കഴിഞ്ഞാൽ നോക്കാൻ പോലും അന്വേഷിക്കാൻ പോലും ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഹെൽത്തൊക്കെ അത്യാവശ്യം നോക്കാറുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിനകത്തേക്ക് അമ്മ ശംഖുപുഷ്പത്തിൻ്റെ പൂവിടാം, പിള്ളേർക്കുള്ളതിനകത്ത് ഇടാമെന്നും പറഞ്ഞ് അമ്മ ശംഖുപുഷ്പത്തിൻ്റെ പൂ പറിക്കുക കേട്ടോ. അപ്പോൾ കിണറിൻ്റെ സൈഡിൽ നിൽപ്പുണ്ട് ശംഖുപുഷ്പം. അപ്പോൾ അവിടെ നിന്ന് പറിച്ചെടുത്ത് എൻ്റെയിലോട്ട് തന്ന് കഴുകി വെള്ളത്തിലേക്ക് ഇട്ടേര് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കും കൂടെ വേണം തിളപ്പിക്കാൻ, മഴയല്ലേ, തണുത്ത വെള്ളം കുടിക്കണ്ട എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നങ്ങനെ ആയിക്കോട്ടെ, ഏതായാലും പിള്ളേർക്ക് എന്തായാലും ചെറിയ കലത്തിൽ വെച്ചിട്ടുണ്ട്, അത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ളത് വെക്കാമെന്ന് ഞാനും അമ്മയോട് പറഞ്ഞ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതുകൊണ്ട് വെക്കാനായിട്ട് പോയി. ഇതേ കൊണ്ട് ഇട്ടു. പാലിൻ്റെ തവി വെച്ചതാട്ടോ, ചൂടുവെള്ളത്തിൻ്റെ പുറത്ത് അടപ്പിന് പാലിൻ്റെ ഇത് വന്നേക്കണം. പിന്നെ ഞാൻ അത് തന്നെ വെച്ചങ്ങ് അടച്ചെന്നുവെച്ചാൽ അപ്പോൾ തന്നെ തിളയ്ക്കാറായായിരുന്നു. ബാക്കി ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യം ഞാൻ പന്നി കഴിയുള്ളെന്ന് പറഞ്ഞില്ലേ, ബാക്കി അമ്മയാണ് കഴുകുന്നത്. കഴുകി റെഡിയാക്കി പെട്ടെന്ന് തന്നെ കറി വയ്ക്കാം, കറിയെല്ലാം വരട്ടിയെടുക്കാം. പിള്ളേർക്ക് വരട്ടി ഇങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കണതാണ് പിള്ളേർക്ക് ഇഷ്ടം, കറിയൊക്കെ വെക്കണ പിള്ളേർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അമ്മ പെട്ടെന്ന് തന്നെ കഴുകി. ഞാൻ 3-4 പ്രാവശ്യം കഴുകിയായിരുന്നു. ബാക്കി അമ്മ എന്നിട്ട് ബാക്കിയും കൂടെ കഴുകി അത് റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോ വിശേഷം, പെരുമ്പാവത്തെ വിശേഷം ഞാനും അമ്മയൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മ പറയുമായിരുന്നു, നമ്മുടെ 2 മക്കളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ, അവരില്ലാണ്ടായിപ്പോയല്ലോ എന്നൊക്കെ സങ്കടം പറയുമായിരുന്നു. ഇത് അമ്മായി അവിടെ പൊടിപ്പിച്ച മഞ്ഞൾ അവിടെ തന്നെ നട്ടിട്ട് അവർ തന്നെ പറിച്ച് ഉണക്കി പൊടിച്ച മഞ്ഞളാട്ടോ, നല്ല മഞ്ഞളാണ്.
അപ്പോൾ അത് ആങ്ങളേക്ക് ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി തന്നു വിട്ടതാണ് ആ മഞ്ഞൾ. അപ്പോൾ എന്നോടും പറഞ്ഞ് കുറച്ചെടുത്ത് വെറും വയറ്റിൽ കഴിച്ചോ നല്ലതാണെന്നും പറഞ്ഞ് അമ്മ എനിക്കൊരു പാത്രത്തിലാക്കി തന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് മഴ തകർത്ത് പെയ്തു. അന്നേരം ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് 2-3 മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ കൊടുത്ത മാങ്ങയാണ്. അപ്പോൾ അത് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മ പെട്ടെന്ന് തന്നെ അത് കഴുകി ഒരെണ്ണത്തിൻ്റെ തൊലി കളഞ്ഞു കഴുകി പെട്ടെന്ന് തന്നെ അരിഞ്ഞ് പിള്ളേർക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് പിള്ളേരും വഴക്കായി. എന്നങ്ങനെ കൊടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ റെഡിയാക്കി. ഞാൻ അതിൽ നിന്ന് പറഞ്ഞാൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മധുരമായിരുന്നു. മഞ്ഞപ്പൊടി ഞങ്ങൾ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ മാങ്ങ വേണമെന്നും പറഞ്ഞ് പിള്ളേരെടുത്തുകൊണ്ട് വന്ന്. അപ്പം മഞ്ഞപ്പൊടി എനിക്കും വെറും വയറ്റിൽ തിന്നാമെന്നും പറഞ്ഞ് അമ്മ കുറച്ച് പാത്രത്തിലാക്കി. ആങ്ങളയ്ക്കും ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ചത്. പിള്ളേർക്കുള്ള വെള്ളം റെഡിയായി. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴയാട്ടോ. അപ്പോൾ ഈ മഴയുടെ സമയത്താണ് അമ്മ ഇങ്ങനെ പിള്ളേരുടെ എൻ്റെ മക്കളുടെ കാര്യം പറയുമായിരുന്നു. 2 പേരും ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ. അപ്പോൾ ആങ്ങളുടെ മക്കളുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും വർത്താനം പറയും തരുവത്. എൻ്റെ അമ്മയുടെ പുറകെ നിന്ന് മാറില്ലായിരുന്നു എൻ്റെ മക്കൾ ജാതമേനും കൂടെ കുറേ കൂടുമായിരുന്നു. ഇതായിട്ട് ഞങ്ങളുടെ ജൂലി സിറ്റൗട്ടൊക്കെ വൃത്തികേടാക്കിയിട്ടുള്ളതൊന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടു. ഞാൻ വന്ന് വഴക്കൊക്കെ പറഞ്ഞു നീ എന്നാ വൃത്തികേട് കാണിച്ചിട്ടേന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അത് മഴ കണ്ടുകൊണ്ട് ഇരുന്ന് ഞങ്ങൾ കുളിപ്പിക്കാൻ ഇപ്പോൾ വരാനൊക്കെ അവളോട് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചെടുത്ത് കയറിപ്പോൾ അതിനിടയ്ക്ക് ചേച്ചി ഞങ്ങളുടെ അടുത്തൊരു ചേച്ചിയാട്ടോ. പുള്ളിക്കാരത്തെ അങ്ങോട്ട് പോകണമുണ്ട്. ജൂലി വീടിനകത്തേക്ക് കയറാൻ വേണ്ടി എത്തുകയാണ്. കാരണം മഴ ഈ ഇടിയും മിന്നലൊക്കെ അവൾക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു കേട്ടിട്ടില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ദേ പന്നി അമ്മ ദേ അടുപ്പത്ത് വെച്ചു. പിള്ളേർക്ക് വേണ്ടിയിട്ടായിട്ടോ മാത്രം. ഇത് പിള്ളേർക്കായിട്ട് എടുക്കണ പന്നിയാട്ടോ. മറ്റേ വേറെ കുറച്ചും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഫ്രീസറിൽ കയറ്റി വെച്ചു. അത് വൈകുന്നേരം എടുക്കാം. ഇതിപ്പോൾ പിള്ളേർക്ക് തൽക്കാലം പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പെട്ടെന്ന് റെഡിയാക്കുന്ന. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അമ്മ കറിവേപ്പില പറിക്കാനായിട്ട് കറിയിലേക്ക് താളിച്ചിടാനുള്ള കറിവേപ്പില പറിക്കാനായിട്ട് പുറത്തു. അതും കിണറിൻ്റെ സൈഡിൽ തന്നെയുണ്ട് കറിവേപ്പുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്താന്ന് തോന്നുന്നു കുറച്ചിങ്ങനെ ചെരിഞ്ഞിരിപ്പോൾ താന്നു പോന്നായിരുന്നു ഒരു കമ്പ്. നിറച്ചുള്ളത് കൊണ്ടായിരിക്കും ഇങ്ങനെ താന്നു പോകുന്നത്. ഞങ്ങളുടെ പുതിയ പ്ലാവയിൽ പുതിയ ചക്ക ആദ്യമായിട്ട് കഴിച്ചതാട്ടോ. പിന്നെ അത് ഒലത്താനുള്ള പരിപാടിയാണ്. പന്നി ഒലത്താനുള്ള പരിപാടിയാണ്. മൊത്തം അലമ്പായി കിടക്കുമായിരുന്നു. ഞങ്ങൾ പോയിട്ട് 3-4 ദിവസം ആയായിരുന്നേ. അപ്പോൾ എല്ലാം വന്ന് ക്ലീനാക്കി റെഡിയാക്കി വേണ്ട പരിപാടികളൊക്കെ തുടങ്ങാനായിട്ട്. അപ്പം അത്യാവശ്യം പിള്ളേർ വിശക്കുന്നുണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് കൊടുക്കാമല്ലോ എന്ന് കരുതി അമ്മ ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന. ഇത് കഴിഞ്ഞിട്ട് വേണം, ചോറ് വെച്ചിട്ടില്ല. ചോറ് വയ്ക്കണം, രസം ഉണ്ടാക്കാം, പപ്പടവും വറുക്കാം, 2-3 മുട്ട എടുത്ത് പിള്ളേർക്ക് വേണ്ടി വറുക്കാം, അത് നമുക്കും വേണം കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇതൊക്കെ എടുക്കുന്നത്. പൊടിയൊക്കെ എടുത്ത് ചേർത്ത് വെക്കുന്നത്. അപ്പം ഒത്തിരി എരിവൊന്നും പിള്ളേർ കഴിക്കില്ല, കുറച്ചല്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്നാൽ കുറച്ച് മതി എല്ലാം എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാം പെട്ടെന്ന് റെഡിയാക്കുന്നത്. ഞാനീ പന്നിയും പോത്തും ഒന്നും കൂട്ടില്ല കേട്ടോ. ഞാൻ ചിക്കനേ കൂട്ടുള്ളൂ. അത് ചിക്കൻ ഞാൻ വല്ലപ്പോഴേ കൂട്ടത്തുള്ളൂ. ഇതുപോലെ എല്ലായിടത്തൊക്കെ പോകുമ്പോൾ അമ്മ പറഞ്ഞ പോലെ തന്നെ ഈ ചിക്കനൊക്കെ കഴിക്കാനെടുക്കുമ്പോഴേ തൊണ്ടയ്ക്ക് പെട്ടെന്ന് എന്തോ ഒരു ബുദ്ധിമുട്ട്. പിള്ളേരുടെ കാര്യം പറയുമ്പം തൊണ്ട പെട്ടെന്ന് വിമിഷ്ടാവും. ഞാനും ഈ പറഞ്ഞാൽ ചിക്കനും മീനും ഒക്കെ കഴിക്കാനെടുക്കുമ്പം എൻ്റെ കുട്ടികൾ അടുത്തില്ലാതെ വരുമ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് തന്ന ഭാഗം ഞാൻ ആർക്കെങ്കിലും കൊടുക്കാറാണ് പതിവ്. കാരണം എൻ്റെ കുട്ടികളില്ലാണ്ട് അവർ ചിലപ്പോൾ ചിക്കനും മട്ടനൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അമ്മ എന്ന നിലയിൽ എനിക്ക് അവരില്ലാതെ അവർ കഴിച്ചോ എന്ന് പോലും അറിയാൻ മേലാണ്ട് ഞാൻ എങ്ങനെ കഴിക്കണമെന്ന് ചിന്തിച്ച് ഞാൻ കഴിക്കാറില്ല. കഴിവതും ഞാൻ അത്യാവശ്യം നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കി വിട്ടേക്കണതാണ്. എൻ്റെ ആങ്ങളെ എന്നോട് പറയും, അടി അവരൊക്കെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നീ എന്തിനാണ് നോക്കിയിരിക്കണേ, നിനക്ക് കഴിക്കത്തില്ലേ, നിനക്ക് ആരെങ്കിലും കൊണ്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളെടുത്ത് വെച്ച് കഴിയുമ്പോഴാണ് എൻ്റെ 2 കുഞ്ഞുങ്ങളിപ്പം വിശന്നാണോ ഇരിക്കണേ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ, അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണല്ലോ എന്നോർക്കുമ്പം കഴിക്കാൻ തോന്നില്ല, പെട്ടെന്ന് മാറ്റി വെക്കും. അമ്മയായതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അവരുടെ കാര്യം പറയുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. തൊണ്ടയിൽ മാത്രമല്ല, ഈ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റാണ്ട് വരില്ല, ആ ഒരു സംഭവമാണ്. പക്ഷെ അതെൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ല. അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും എന്നെ മനസ്സിലാക്കി തിരിച്ച് എൻ്റെ അടുത്ത് വരും. ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ഒരു അമ്മയും കൂടി ആട്ടോ ഞാൻ. ഇന്ന് എന്നെ വിളിക്കും, എനിക്ക് മെസ്സേജ് ഇടും, ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും എന്നൊക്കെ. ഞാൻ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നോക്കുന്ന അവരുടെ മെസ്സേജ് വല്ലതും ഉണ്ടോ എന്ന്. അപ്പം കാണില്ല. അന്നേരം ഞാൻ ഒന്നും ഓർക്കാറില്ല. ഭഗവാനോട് ചോദിക്കും എന്തിനാ എനിക്കിങ്ങനെ തന്നേ എന്നൊരു ചോദ്യം ചോദിച്ച് പിന്നെ കടയിൽ പോകാനുള്ള ഒരുക്കങ്ങളായിരിക്കും. അങ്ങനെ അമ്മ ആങ്ങളുടെ പിള്ളേർക്കുള്ള ഫുഡൊക്കെ ഏകദേശം റെഡിയാക്കി വരുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കി. അത് അവനിങ്ങനെ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണതാണ് ഇഷ്ടം.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഈ കറി വെക്കുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് എന്നോട് ആങ്ങളുടെ മോള് വന്ന് ചോദിക്കാറുണ്ട്, വൈകി ചേച്ചി എപ്പോഴാണ് മമ്മി, എന്നെ മമ്മി എന്നാണ് കേട്ടോ അവർ വിളിക്കുന്നത്, എൻ്റെ മോള് വിളിക്കുന്ന കേട്ടിട്ട് വിളിക്കണതാണ്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു വൈകി ചേച്ചിനൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വിടത്തില്ല, അവരുടെ വൈകിച്ചൻ്റെ അച്ഛൻ സമയമുണ്ട്, ആ സമയത്തിനൊക്കെ വിടത്തുള്ളൂ. അപ്പം അടുത്ത മാസം 12-ാം തീയതിയോടുകൂടി കൊച്ചു വരും, അന്നേരം മോൾക്ക് കാണാം, കളിക്കാം എന്നൊക്കെ ഞാൻ ആങ്ങളുടെ മോളോട് പറയുമായിരുന്നു. അപ്പോൾ അവൾ പറയും വൈകി ചേച്ചിയെ കാണാൻ കൊതിയാവുന്നു. പിന്നെ എൻ്റെ മോൻ്റെ പേരൊക്കെ മറന്നുപോയി, കാരണം ചെറുപ്പത്തിൽ കണ്ടതാണ് അവർ. അപ്പോൾ എന്നോട് മറ്റേ ചേട്ടായുടെ പേര് എന്നാന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗണേശ് ചേട്ടായെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു തന്നു, ആ ചേട്ടൻ വരുമോ, കളിക്കാൻ വരുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചേട്ടൻ വരില്ല, ആ ചേട്ടൻ വലുതായിപ്പോയി, ആ ചേട്ടൻ നമ്മളെ ഒന്നും ഇഷ്ടമല്ല, അവിടെ ആ ചേട്ടൻ വരില്ല, വൈകി ചേച്ചി വരും എന്നൊക്കെ ഞാൻ പറഞ്ഞ്. ഈ പറഞ്ഞത് രണ്ടും എൻ്റെ മക്കളാട്ടോ. എന്നെ വേണ്ട, സന്തോഷമുള്ളൂ, അവർ ഹാപ്പിയായിട്ട് എവിടെയാണെങ്കിലും ഹാപ്പിയായിട്ട് ഇരിക്കട്ടെ. മോൾ എൻ്റെ അടുത്ത് വരും, വന്നേച്ചിട്ട് പോകും. അവളുടെ ആഗ്രഹമായിരുന്നു ഞാൻ യൂട്യൂബിലൊരു ചാനൽ തുടങ്ങണം, അത് ഇതുപോലെ വീഡിയോസ് ചെയ്തിടണം, അത് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ കണ്ടോളാം. അങ്ങനെ എൻ്റെ മോളുടെ ആഗ്രഹപ്രകാരം ഞാൻ എടുത്തതാണ് ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ സംഭവം. അതിനകത്ത് ചെറിയ ചെറിയ വീഡിയോ, അതിനകത്ത് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എന്താ വൈകിയുടെ ആഗ്രഹമല്ലേ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതേ ചോറെടുത്ത് കേട്ടോ, ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ, പിള്ളേർക്കായിട്ട് കൊടുക്കാനോ അല്ല ആർക്കും കഴിക്കാനൊന്നുമല്ല, അത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്തതാണ്. ചോറും രസവും പിന്നെ മുട്ടയും പപ്പടവും ഈ ഈ പന്നി റോസ്റ്റ് ചെയ്ത സംഭവവും എല്ലാം കൂടെ കൂട്ടി ഒരു ലാവിഷായിട്ടൊരു ഊണ്. നമ്മൾ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ, ചെറിയൊരു മിഡിൽ ഈസ്റ്റ് ഫാമിലിയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന ഒരു ഫാമിലി. ചിലപ്പോൾ മുളക് പൊട്ടിച്ചതായിരിക്കാം, ചിലപ്പോൾ അതുപോലും കാണില്ലെന്നായിരിക്കും, എങ്കിലും അതിലുള്ളതിൽ സന്തോഷം കണ്ടെത്തി പോകുന്ന, ഇന്നത് വേണമെന്നോ അങ്ങനെയൊന്നുള്ളൊരു ആഗ്രഹങ്ങളൊന്നുമില്ല. ഇതിപ്പം വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനിങ്ങനെ എടുത്ത് കാണിച്ചതാട്ടോ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്.